ആ ഇതൊരു ചൂടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒരാഴ്ചത്തെ കാരണം നോക്കണ്ടല്ലോ അല്ലേ? എന്താ കാക്കോ, സ്വന്തം വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഒരു 4 ദിവസമെങ്കിലും നിൽക്കാണ്ട് ഓടിപ്പോരാൻ പറ്റുമോ? നിങ്ങൾക്കൊന്ന് വന്നൂടെ? എല്ലാവരും നിങ്ങളെ ചോദിക്കും. ഞാൻ എന്താ പറയുക? ഈ എന്തെങ്കിലും പറയും, ആ പാത്തേക്ക് ഞാൻ എന്താ. എൻ്റെ വീട്ടിലോ കുടുംബത്തിലോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലും വരില്ല. നിങ്ങളുടെ എത്ര അകന്ന ബന്ധുവിൻ്റെ വീട്ടിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിലും ഞാൻ അവിടെ ഹാജരാവണം. അതെനിക്കിപ്പോൾ എത്ര വയ്യെങ്കിലും ഞാൻ വന്നോളെന്ന് നിർബന്ധമാണ് നിങ്ങളെ വീട്ടുകാർക്ക്. എല്ലടി, ഈ കുടുംബക്കാരും നാട്ടുകാരൊക്കെ ഇവിടുത്തെ മലയാളോടെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക, ഇതൊക്കെ എല്ലാ വീട്ടിലുള്ളതാണ്. പിന്നെ എന്താ അണക്ക് മാത്രത്ര പ്രത്യേകത? ആ, അതുപോലെ മരുമകൻ വന്നില്ലേന്ന് എൻ്റെ വീട്ടുകാരോടും നാട്ടുകാർ ചോദിക്കാറുണ്ട്. എന്തായാലും എൻ്റെ അടുക്കർ എന്നെ കിട്ടൂല. അനക്ക് ഓർമ്മ ഉണ്ടാ? ഇനി എന്നെ പഠിപ്പിക്കാൻ വിട്ടിരുന്ന ഞാൻ പറഞ്ഞു അന്ന് എന്തായിരുന്നു എൻ്റെ ആംഗളിയും ഇമ്മയും കൂടി എന്നെ പറഞ്ഞു. അത് ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ എത്ര വർഷം മുമ്പ് കഴിഞ്ഞതാ കാക്കോ? അതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുക. എങ്ങനെ? ആർക്ക് കഴിഞ്ഞ്? എനിക്കത് മറക്കാനും പൊറുക്കാനും പറ്റൂല. എനിക്കെന്നല്ല, ഏതൊരു അണ്ണേ ഭാര്യ വീട്ടിൽ ഇതുപോലെ ഊളത്തരം കാട്ടിക്കഴിഞ്ഞാലേ പിന്നെ ഞങ്ങളെ വൈക്ക് പോകണ്ട. ഓ, അങ്ങനെയാണല്ലേ? അപ്പൊ ഈ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് ദിവസവും കുത്തുവാക്ക് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും ഒക്കെ എല്ലാം സഹിച്ച് ഞങ്ങളെപ്പോലുള്ളവര് ഭർത്താവിന്റെ വീട്ടിൽ ഒരു സെൽഫ് റെസ്പെക്റ്റും ഇല്ലാണ്ട് ആരും അല്ലാണ്ട് ഒന്നും അല്ലാണ്ട് അങ്ങനെ ജീവിക്കണം അല്ലേ?